സ്പിരിച്വൽ എക്സ്പീരിയൻസസ് നേടാനായിട്ട് നമ്മൾ പലപ്പോഴും ധ്യാനം, മെഡിറ്റേഷൻ, ടെക്നിക്സ് ഇതെല്ലാം ഉപയോഗിക്കുന്നുണ്ട്. എങ്കിലും ചിലർക്ക് മാത്രമാണ് ഈ സ്പിരിച്വൽ എക്സ്പീരിയൻസസ് ലഭിക്കുന്നത്. ചിലർക്ക് ആ ഒരു എക്സ്പീരിയൻസ് എന്നും ഒരു സങ്കല്പം അല്ലെങ്കിൽ ഒരു ഫാൻറ്റസി സ്റ്റോറി പോലെ തന്നെ നിലനിൽക്കുന്നു. എന്നാൽ ചിലർക്കൊക്കെ ഈ എക്സ്പീരിയൻസ് ലഭിക്കുന്നുമുണ്ട്. ആക്ച്വലി നമ്മളിതിന് ട്രൈ ചെയ്തിട്ടുണ്ട് എങ്കിൽ സ്പിരിച്വൽ എക്സ്പീരിയൻസ് ആർക്ക് വേണമെങ്കിലും ലഭിക്കാവുന്നതാണ്. ആർക്കും അതിലേക്ക് എൻ്ററാകാൻ സാധിക്കും. പക്ഷെ നമ്മളതിന് ആത്മാർത്ഥമായ ഒരു ശ്രമം നടത്തിയിട്ടുണ്ടോ എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഏറ്റവും പ്രധാന ഘടകം. കോൺഷ്യസ്നസ് എന്ന ഒരു പ്യുവർ ലൈറ്റിൽ ഇരുന്നാണ് ഈ 5 യൂണിവേഴ്സ് സിമുലേഷൻ മെട്രിക്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ കോൺഷ്യസ്നെസ്സിലേക്ക്, ആ ഒരു പ്യുവർ കോൺഷ്യസ്നെസ്സിലേക്ക് നമ്മൾക്ക് ഡയറക്റ്റ്ലി ഒരിക്കലും എൻ്ററാകാൻ സാധിക്കില്ല. നമ്മൾ നിൽക്കുന്നത് ഫിസിക്കൽ മാറ്റർ വേൾഡിലാണ്. അപ്പോൾ ഈ ഫിസിക്കൽ മാറ്റർ വേൾഡിൽ നിന്ന് മാറ്റർ ഓർ എനർജി, ഈ ഫിസിക്കൽ വേൾഡിലുള്ള എന്തും ഡയറക്റ്റ്ലി ആ ഒരു പ്യുവർ കോൺഷ്യസ്നെസ്സിലേക്ക് എൻ്ററാകാൻ സാധിക്കില്ല. പക്ഷെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. അത് നമ്മുടെ ബ്രെയിൻ ഉപയോഗിച്ച്, നമ്മളുടെ ബ്രെയിൻ ഫ്രീക്വൻസിനെ ചേഞ്ച് ചെയ്തുകൊണ്ട്, നമ്മളുടെ തോട്ട്സിനെ റെഡ്യൂസ് ചെയ്തുകൊണ്ട് നമുക്കതിലേക്ക് ആ ഒരു എക്സ്പീരിയൻസ് കിട്ടാനായിട്ട് നമ്മുടെ ബ്രെയിനിനെ യൂസ് ചെയ്യാൻ പറ്റും. പക്ഷേ ഡയറക്റ്റ്ലി ഒരിക്കലും അവിടേക്ക് നമുക്ക് എത്താൻ സാധിക്കില്ല. സ്പിരിച്വൽ എക്സ്പീരിയൻസസ് നമുക്ക് കിട്ടും. നമുക്കത് കിട്ടുന്നത് നമ്മളുടെ ഫിസിക്കൽ ഐ വിഷനിലൂടെ ആയിരിക്കില്ല. നമ്മളുടെ ഒരു ഇന്നർ വിഷനിലൂടെ തന്നെയാണ്, ആ ഒരു കോൺഷ്യസ്നെസ് വിഷനിലൂടെ തന്നെയാണ്, ആ ഒരു അറിവിലൂടെ തന്നെയാണ് നമുക്ക് ആ ഒരു എക്സ്പീരിയൻസസ് കിട്ടുള്ളൂ. അപ്പോൾ 5 യൂണിവേഴ്സ് മെട്രിക് സിമുലേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഒരു കോൺഷ്യസ്നെസ് പ്യുവർ ലൈറ്റിലിരുന്നാണ്. ഏതൊക്കെയാണ് ഈ 5 യൂണിവേഴ്സൽ സിമുലേഷൻ ഓർ മെട്രിക്സ് എന്ന് പറയുന്നത് എന്ന് നോക്കാം. പ്യുവർ ലൈറ്റ് കോൺഷ്യസ്നെസ് അത് 8th ഡയമെൻഷനാണ്. അവിടെ നോ ടൈം, ഇൻഫിനിറ്റിയാണ് അവിടുത്തെ ടൈം. ആൻഡ് എക്സിസ്റ്റിംഗ് ഫ്രം ലൈറ്റ് സ്പീഡ് എബവ് ലൈറ്റ് സ്പീഡാണ്, ഫിസിക്കൽ വേൾഡ് അല്ല. അപ്പോൾ ആ ഒരു തലം എന്ന് പറയുന്നത് ഡയമെൻഷനെ ബേസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ഡയമെൻഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഫിസിക്കൽ റിയാലിറ്റിയിൽ നമ്മൾ ചിന്തിക്കുന്ന ഡയമെൻഷനും സ്പിരിച്വാലിറ്റിയിൽ കൺസെപ്റ്റിൽ നമ്മൾ ചിന്തിക്കുന്ന ഡയമെൻഷനും വളരെ വ്യത്യാസമുണ്ട്. സ്പിരിച്വാലിറ്റി കൺസെപ്റ്റിൽ മൊത്തം യൂണിവേഴ്സിൻ്റെയും എനർജി മൂവ്മെൻറ്റിനെ ബേസ് ചെയ്തിട്ടാണ് സ്പിരിച്വാലിറ്റിയിലെ ഡയമെൻഷൻ എന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കുള്ളൂ. എന്നാൽ ഫിസിക്കൽ വേൾഡിൽ അതിൻ്റെ നീളം, വീതി, ഉയരം, അതിൻ്റെ ഘടന ഇതിനെയെല്ലാം ആസ്പദമാക്കി ഫിസിക്കൽ ഒരു മാറ്റർ വേൾഡിൽ നമുക്ക് ഡയമെൻഷനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കും, എക്സ്പീരിയൻസ് ചെയ്യാനും സാധിക്കും. പക്ഷേ സ്പിരിച്വൽ വേൾഡ് എന്ന് പറയുമ്പോൾ മൊത്തം യൂണിവേഴ്സിൻ്റെയും എനർജി മൂവ്മെൻറ്റിനെ ബേസ് ചെയ്തിട്ടാണ്. അതൊരിക്കലും നമുക്കൊരു ഫിസിക്കൽ വേൾഡിലേക്ക് അതിൻ്റെ ആ ഒരു തലത്തിൻ്റെ ആ ഡയമെൻഷൻ്റെ എക്സ്പീരിയൻസ് കൊണ്ടുവരാൻ സാധിക്കില്ല. അപ്പോൾ നമ്മുടെ ബ്രെയിൻ ഉപയോഗിച്ച് നമുക്കത് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. ഫിസിക്കൽ വേൾഡിൽ ഓരോ വ്യക്തിയും എക്സ്പീരിയൻസ് ചെയ്യുന്ന കാര്യങ്ങൾ ഡിഫറൻ്റ് ആണ്. അതേപോലെ തന്നെ നമ്മൾ ഫിസിക്കൽ വേൾഡിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന വ്യത്യസ്തത പോലെ തന്നെ സ്പിരിച്വാലിറ്റി ജേണിയിലും ഓരോ വ്യക്തിക്കും ഡിഫറൻ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആയിരിക്കും അവിടെയും ലഭിക്കുന്നത്. ഡയറക്റ്റ്ലി നമുക്ക് എൻ്റർ ചെയ്യാൻ പറ്റില്ല. നമ്മളുടെ ബ്രെയിൻ ഉപയോഗിച്ച് ഇൻഡയറക്റ്റ്ലിയാണ് നമ്മളത് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ആ ഒരു ഡയമെൻഷൻ തലങ്ങളെല്ലാം എനർജിയാണ്, എനർജി മൂവ്മെൻറ്റുകളാണ്. അപ്പോൾ ഫിസിക്കലിൽ മാറ്റർ മൂവ്മെൻ്റ് ആണെങ്കിൽ അവിടെ എനർജി മൂവ്മെൻറ്റുകളാണ്. അപ്പോൾ കോൺഷ്യസ്നെസ് എന്ന പ്യുവർ ലൈറ്റിലിരുന്ന് നമ്മൾ കാണുന്ന 5 യൂണിവേഴ്സ് സിമുലേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് അറ്റോമിക് വേൾഡാണ് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ കോൺഷ്യസ്നെസ് പ്യുവർ ലൈറ്റിലിരുന്ന് അറ്റോമിക് വേൾഡാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അറ്റോമിക് ടൈം ക്ലോക്ക് അത് 7th ഡയമെൻഷനാണ്. അറ്റോമിക് ടൈം ക്ലോക്കിൽ നിന്ന് അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഒരു ഡയമെൻഷൻ സൈക്കോളജിക്കൽ ഡയമെൻഷനിലേക്ക് വീണ്ടും ഒരു സിമുലേഷൻ ടൈം ക്രിയേറ്റ് ചെയ്യുന്നു, മൂവ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. അവിടെ ചേഞ്ച് ആകുന്നു. ആ മൂവ്മെൻറ്റ് 7th ഡയമെൻഷനിലെ മൂവ്മെൻറ്റ് സൈക്കോളജിക്കൽ ഡയമെൻഷനിലേക്ക് വരുമ്പോൾ മൂവ്മെൻറ്റിൻ്റെ സ്പീഡ് എല്ലാം ചേഞ്ച് ആകുന്നു. അതാണ് 6th ഡയമെൻഷൻ. 6th ഡയമെൻഷനിലെ മൂവ്മെൻറ്റ് ആ ഒരു സ്പീഡ് വളരെ വ്യത്യാസമാണ്.
അത് ഒരു ആ 6th ഡയമെൻഷൻ്റെ മൂവ്മെൻറ്റ് സൈക്കോളജിക്കൽ ടൈം ക്ലോക്കുകളാണ് അവിടെ ഉള്ളത്. മെനി ടൈം ക്ലോക്കുകളുണ്ട്, മെനി ടൈം ലൂപ്പുകളുണ്ട് അവിടെ. ഇപ്പോൾ 6th ഡയമെൻഷനിൽ. അപ്പോൾ കോൺഷ്യസ്നെസ്സിലിരുന്ന് അറ്റോമിക് ടൈം ക്ലോക്കിലേക്ക് താഴേക്ക് ഒരു ടൈം മൂവ്മെൻറ്റ് ഉണ്ടാവുന്നു, സ്റ്റാർട്ട് ചെയ്യുന്നു. അവിടെ ടൈം മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നു 8ൽ നിന്ന്. പിന്നെ സൈക്കോളജിക്കൽ മൂവ്മെൻറ്റാണ് അവിടെ 6th ഡയമെൻഷനാണ്. അതും കഴിഞ്ഞ് മൈക്രോസ്കോപ്പിക് ലെൻസ് ടൈം ക്ലോക്ക് മൂവ്മെൻറ്റ് അവിടെ 5th ഡയമെൻഷനാണ്. ആ ഡയമെൻഷൻ്റെ മൂവ്മെൻറ്റിൻ്റെ സ്പീഡ് വ്യത്യാസമുണ്ട്. അപ്പോൾ ഡയമെൻഷൻ ആ സ്പീഡിനെ ബേസ് ചെയ്തിട്ടാണ് സ്പിരിച്വാലിറ്റിയിലുള്ളത്. ഇനി മൈക്രോസ്കോപ്പിക് ടൈം ലെൻസ് സ്പീഡ് മൂവ്മെൻറ്റ് കഴിഞ്ഞാൽ ഒരു ബയോളജിക്കൽ ടൈം ക്ലോക്ക് 4th ഡയമെൻഷനിലേക്ക് യൂണിവേഴ്സ് മെട്രിക്സ് ആ ഒരു സിമുലേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു. അവിടെ നിന്നും ഫിസിക്കലിലേക്ക് വേറൊരു മൂവ്മെൻറ്റ്, മാറ്റർ വേൾഡിലേക്ക് വേറൊരു മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പോൾ അത് 3rd ഡയമെൻഷനാണ്. സ്റ്റാർട്ടിങ് നമ്മൾക്ക് കാണുന്ന ആ ഒരു ഡയമെൻഷൻ എന്ന് പറയുന്നത് 3rd തൊട്ടാണ്. 2D എല്ലാം നമുക്ക് അത് ആ ഒരു ഡയമെൻഷനിലേക്ക് നമുക്ക് എൻ്റർ ചെയ്യാൻ സാധിക്കില്ല. 3Dയിലാണ് നമ്മൾ ആ ഒരു വിഷൻസും കാര്യങ്ങളും എല്ലാം മനസ്സിലാക്കുന്നതും എല്ലാ അറിവും നേടുന്നതും. എന്നാൽ ഈ നേടുന്ന അറിവ്, പുസ്തകത്തിൻ്റെ അറിവ്, കാര്യങ്ങൾ എല്ലാം തന്നെ 3D ടൈം ക്ലോക്കിൽ അവിടെ ക്ലോസ്ഡ് ആണ്. 3D ടൈം ക്ലോക്കിൽ ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് നമ്മളുടെ ഡയമെൻഷനെ തന്നെ നമ്മൾ 3Dയിൽ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ അതിൻ്റെ നീളം, വീതി, ഉയരം ഇതിനെ ആസ്പദമാക്കി എക്സ്പ്ലെയിൻ ചെയ്യുന്നു. എന്നാൽ സ്പിരിച്വാലിറ്റിയിലേക്ക് കടക്കുമ്പോൾ എനർജിയുടെ മൂവ്മെൻറ്റിൻ്റെ ഓരോ സ്പീഡ് ഓഫ് മൂവ്മെൻറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് സ്പിരിച്വാലിറ്റിയിൽ ഡയമെൻഷനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതും എക്സ്പീരിയൻസ് ചെയ്യുന്നതും. അപ്പോൾ ഈ ഒരു അറിവിൻ്റെ തലം ഫിസിക്കൽ ടൈം ക്ലോക്കിൽ ക്ലോസ് ആയി പോകുന്നു. അടുത്ത ഒരു ബയോളജിക്കൽ ടൈം ക്ലോക്ക് എന്ന് പറയുമ്പോൾ അവിടെ മെനി ടൈം ക്ലോക്കുകളാണ്. മെനി ടൈം ക്ലോക്ക് എന്ന് പറയുമ്പോൾ ആ യൂണിവേഴ്സാണ്, അതൊരു യൂണിവേഴ്സ് തന്നെയാണ്. അവിടെ മെനി ടൈം ക്ലോക്ക് വർക്ക് ചെയ്യുന്നുണ്ട്. ഓരോ ജീവജാലങ്ങൾക്കും ബയോളജിക്കൽ ടൈം ക്ലോക്ക് വളരെ വ്യത്യാസമാണ്. അവരുടെ ആന്തരിക അവയവങ്ങളുടെ ഓരോ അവയവത്തിനും ടൈം ക്ലോക്ക് വ്യത്യാസമാണ്. അപ്പോൾ ബയോളജിക്കൽ ടൈം ക്ലോക്ക് മെനി ടൈം ക്ലോക്കാണ് അവിടെ. എന്നാൽ 5th ഡയമെൻഷനിൽ ഒരൊറ്റ ക്ലോക്ക് മാത്രമേ ഉള്ളൂ. അത് സൂം ഇൻ ചെയ്യാനും സൂം ഔട്ട് ചെയ്യാനും മാത്രമായിട്ടുള്ളൊരു ടൈം ക്ലോക്ക്. ഒന്ന് സൂം ചെയ്യാൻ, അതെന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് സൂം ചെയ്യാനും സൂം ഔട്ട് ചെയ്യാനും. അവിടെ ചിലപ്പോൾ നമ്മൾക്ക് പല ഒരു ലൂപ്പ് എററുകളും സംഭവിക്കാറുണ്ട്. അതേപോലെ സൈക്കോളജിക്കൽ ടൈം ക്ലോക്കിലും എററുകൾ സംഭവിക്കാറുണ്ട്. ഈ 2 ടൈം ക്ലോക്കിൽ, അതായത് സൈക്കോളജിക്കൽ ടൈം ക്ലോക്കിലും മൈക്രോസ്കോപ്പിക് ടൈം ക്ലോക്കിലുമാണ്, ആ യൂണിവേഴ്സിലുമാണ് നമുക്ക് പലപ്പോഴും 6th ഡയമെൻഷനിലും 5th ഡയമെൻഷനിലുമാണ് എറർ സംഭവിക്കാൻ സാധ്യതയുള്ളത്. ഈ എറർ എവിടെയാണ് സംഭവിക്കുന്നത്? നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലാണ് ഉള്ളത്. ആ അറിവ് നേടുന്നത് വരെ റിപ്പീറ്റഡ് ആയിട്ട് പല സിറ്റുവേഷൻസും നമ്മളുടെ ലൈഫിലേക്ക് വരും. സൈക്കോളജിക്കൽ ടൈം ലൂപ്പിലാണെങ്കിൽ റിലേഷൻഷിപ്പിലായിരിക്കും നമുക്ക് പല സഫറിങ്ങും ബുദ്ധിമുട്ടുകളും എല്ലാം സംഭവിക്കുന്നത്. അതിലൂടെയാണ് നമ്മൾ പല കാര്യങ്ങളും എററും അവിടെ മാറ്റിയെടുക്കുന്നത്, സൈക്കോളജിക്കൽ ടൈം ലൂപ്പിൽ ലേൺ ചെയ്യുന്നത്. സൈക്കോളജിക്കൽ ടൈം ലൂപ്പിൽ നമ്മൾ എന്തെങ്കിലും ലേൺ ചെയ്ത് കഴിഞ്ഞാൽ അത് അടുത്ത ഒരു ഘട്ടത്തിലേക്ക് കടക്കും. അപ്പോൾ സൈക്കോളജിക്കൽ എറർ പ്യുവർ ചെയ്താൽ മൈക്രോസ്കോപ്പിക് ലെൻസിലുള്ള ആ ഒരു ടൈമിലുള്ള എററും പ്യുവറാകും, ഹീലിംഗ് നടക്കും. അത് ഓട്ടോമാറ്റിക്കലി ഹീലാവുമ്പോൾ നമ്മളുടെ ബയോളജിക്കൽ ടൈം ക്ലോക്കും ഹീലാവും. അപ്പോൾ എറർ നമ്മൾ ഉണ്ടാവുന്നത് സൈക്കോളജിക്കൽ ടൈം ക്ലോക്കിലും മൈക്രോസ്കോപ്പിക് ടൈം ക്ലോക്കിലുമാണ് ഉണ്ടാകുന്നത്, യൂണിവേഴ്സിലുമാണ് ഉണ്ടാകുന്നത്. 6th ഡയമെൻഷനിലും 5th ഡയമെൻഷനിലുമാണ് എറർ ഉണ്ടാകുന്നത്. അവിടെയാണ് നമുക്ക് അത് ഹീൽ ചെയ്യേണ്ടതും. ബാക്കിയെല്ലാം ഓട്ടോമാറ്റിക്കലി ക്യൂർ ആകുന്നതാണ്. ഇപ്പോൾ നമ്മൾ അറ്റോമിക് ടൈം ക്ലോക്കിൽ ആണെങ്കിൽ പോലും നമുക്ക് എല്ലാത്തിൽ നിന്നും എക്സിറ്റായി നമുക്കൊരു ഫ്രീ ആയിട്ടുള്ള മൈൻഡ് നമുക്കവിടെ ഉണ്ടാകുന്നതാണ്. അറ്റോമിക് ടൈം ക്ലോക്കിൽ അവിടെ ആ മൂവ്മെൻറ്റ് തന്നെ വളരെ വ്യത്യാസമാണ്. മറ്റുള്ള ഡയമെൻഷനിൽ നിന്ന്, എനർജി ഡയമെൻഷനിൽ നിന്നെല്ലാം ആ മൂവ്മെൻറ്റ് വളരെ വ്യത്യസ്തമാണ്. ഇപ്പോൾ സൂര്യൻ്റെ ലൈഫ് എടുത്താൽ തന്നെ അറിയാം, നക്ഷത്രങ്ങളുടെ ലൈഫ് എടുത്താൽ തന്നെ അറിയാം, എത്രയോ കോടി അതിൻ്റെ ലൈഫ് എത്രയോ എക്സ്റ്റെൻഡാണ്. നമ്മളുടെ ഭൂമിയിലുള്ള ജീവജാലങ്ങളുടെ ലൈഫിനേക്കാളും അത് വളരെയധികം ആ ഒരു ദീർഘകാലത്തിലാണ്. അപ്പോൾ നമ്മളുടെ ബ്രെയിൻ ആ ഒരു തലത്തിലേക്ക് എത്തുമ്പോൾ തന്നെ നമ്മളുടെ താഴെയുള്ള എല്ലാ യൂണിവേഴ്സിലുള്ളതിൻ്റെയും കൺട്രോൾ നമ്മളുടെ കയ്യിലേക്ക് വരും. അപ്പോൾ ബ്രെയിൻ മൂലം മാത്രമാണ് നമുക്ക് ഈ ഡയമെൻഷനിലേക്കൊക്കെ എൻ്ററാകാൻ സാധിക്കുള്ളൂ, എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുള്ളൂ, ആ ഒരു പ്രകാശ തലത്തിലേക്ക് നമുക്ക് എൻ്റർ ചെയ്യാൻ സാധിക്കുള്ളൂ.